ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഡിഗ്രി അലോട്ട്മെന്റ് നടക്കുകയാണ്. പല യൂണിവേഴ്സിറ്റികളും ട്രയൽ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ട്രയൽ അലോട്ട്മെന്റ് വരാനുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ കണ്ണൂർ, കാലിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റി തുടങ്ങി എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് ജൂലൈ 1 ക്ലാസുകൾ തുടങ്ങുന്ന ആ ഒരു സമയം വരെയും നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിനായി അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന കൃത്യവും വ്യക്തവുമായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നൽകുവാൻ പോകുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ഇപ്പോൾ കാര്യത്തിലേക്ക് വന്നാൽ ഓൾറെഡി MG യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ ഇന്ന് ജൂൺ 16 ഈ ഒരു അലോട്ട്മെന്റ് പ്രഖ്യാപിക്കും. ഈ ഒരു അലോട്ട്മെന്റ് പ്രഖ്യാപിച്ച അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഇതിലെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനുള്ള സമയമായിരിക്കും ലഭിക്കുന്നത്. ഇൻ കേസ് നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ പേരോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻസിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താം. എല്ലാ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ച ആ കോളേജും ആ ഒരു കോഴ്സും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നായിരിക്കും. പല വിദ്യാർത്ഥികൾക്കും അത് തന്നെ ട്രയൽ അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് താഴേക്കുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് എല്ലാം നോക്കിയപ്പോൾ നിങ്ങൾക്ക് മേലേക്കുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ഓപ്ഷൻസ് മേലേക്ക് ആക്കണം തുടങ്ങി ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായി മിക്ക യൂണിവേഴ്സിറ്റികളും ഏകദേശം ഒരു ദിവസം മാത്രമേ സമയം തരികയുള്ളൂ. ചില യൂണിവേഴ്സിറ്റി 2 ദിവസം വരെ നീളാം. ട്രയൽ അലോട്ട്മെന്റ് വന്ന് അടുത്തുള്ള 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റങ്ങൾ മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. തുടർന്നുള്ള അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഏകദേശം ഈ ഒരു ജൂൺ 20-21 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നമ്മൾ ഏതൊക്കെ രേഖകളാണ് ഈ ഒരു ഡിഗ്രി അഡ്മിഷന് വേണ്ടതെന്ന കാര്യങ്ങൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വേണ്ട രേഖകളെല്ലാം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് വീണ്ടും കിട്ടുമെന്ന ഉറപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുത്ത് വയ്ക്കുക. എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഏതെങ്കിലും കോളേജിൽ പോയി പെർമനന്റ്, അതായത് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന കോളേജിൽ പോയി പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അലോട്ട്മെന്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോയി പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് വയ്ക്കാവുന്നതാണ്. അതിന് ഫീസും കാര്യങ്ങളൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിയും നിശ്ചിത ഫീസ് കാര്യങ്ങളും പറയുന്നുണ്ട്. പെർമനന്റ് ആയാലും ടെമ്പററി ആയാലും നിങ്ങൾ ഒരു ഫീസ് അടയ്ക്കേണ്ടി വരും. ഇൻ കേസ് നിങ്ങൾക്ക് വേറൊരു കോളേജിലേക്ക് മാറ്റം വരികയാണെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വഴി റിട്ടേൺ കിട്ടുന്നതുമാണ്. ഇനി ആ ഒരു കോളേജ് പ്രവേശനത്തിനായി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഏകദേശം 5 ദിവസം വരെ ആയിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുന്നത്. ഓരോ കോളേജ് നിങ്ങൾക്ക് എപ്പോഴാണ് ചെല്ലേണ്ട എന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അലോട്ട്മെന്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയം നിങ്ങൾ കോളേജിലേക്ക് പോവുക, അഡ്മിഷൻ എടുക്കുക. അത് കഴിഞ്ഞ് ആ ഒരു കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് വരും. അത് ഏകദേശം ജൂൺ 25 ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതും ഏകദേശം ആ ഒരു അലോട്ട്മെന്റ് വന്നതിന് ശേഷം 4 ദിവസത്തോളം നിങ്ങൾക്ക് കോളേജ് പ്രവേശനത്തിനുള്ള സമയം ഉണ്ടാകും. ഈ ഒരു സമയവും നിങ്ങൾ കോളേജിൽ സംതൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അലോട്ട്മെന്റിൽ തന്നെ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാവുന്നതാണ്. ഈ 2 അലോട്ട്മെന്റും കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് കോളേജ് പ്രവേശനം, അതായത് നിങ്ങളുടെ ക്ലാസ്സുകൾ ഒഫീഷ്യലി തുടരുന്നതാണ്. ആ സമയത്തും കോളേജിൽ ടെമ്പററി സീറ്റിൽ ഇരിക്കുന്നവർക്കായി പിന്നീടുള്ള അലോട്ട്മെന്റുകൾ എന്ന് പറയുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ്സ് ആയിരിക്കും. ഏതെങ്കിലും കോളേജുകളിൽ വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളുണ്ട്. ഓരോ കാറ്റഗറിക്കും ഓരോ കാസ്റ്റിനും അനുസരിച്ച് OBC, SC, ST, ജനറൽ കാറ്റഗറിക്കൊക്കെ ഇത്ര സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സീറ്റുകൾ ഫിൽ ചെയ്യാനായിട്ട് വീണ്ടും ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒന്നായിരിക്കില്ല, 1, 2, 3 അലോട്ട്മെന്റ് സീറ്റുകളുടെ ലഭ്യത അനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റിയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതും ത്രൂ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ ഒരു സപ്ലിമെന്ററി ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം കോളേജാണോ അലോട്ട്മെന്റ് കിട്ടിയത് അവിടെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ ഒരു 4 വർഷം UG കോഴ്സ് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന കോളേജിൽ ടെമ്പററി ആയിട്ട് മാത്രമേ ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്മിഷൻ എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ.
പിന്നീട് നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഏതെങ്കിലും കോളേജുകളിൽ വേക്കന്റ് ആയിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി പരിശോധന ശേഷം ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിന് പോവാം. സ്പോട്ട് അലോട്ട്മെന്റ് പോകുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥി ആരാണോ അവരെ ആയിരിക്കും അതത് സീറ്റുകളിലേക്ക് നിയമിക്കുക. അവിടെ നമ്മുടെ വെബ്സൈറ്റിലോ മാർക്കോ ബാക്കി വരാത്ത കുട്ടികളുടെ കാര്യങ്ങളും ഒന്നും നോക്കില്ല. എത്ര വിദ്യാർത്ഥികൾ അവിടെ എത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിയായിരിക്കും അവിടെ സ്പോട്ട് അലോട്ട്മെന്റിനായിട്ട് ആ ഒരു കോളേജിൽ പ്രവേശിക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന അഡ്മിഷൻ ടെമ്പററി ആയിരിക്കണം. പെർമനന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റിലെ സാധ്യതകൾ അവിടെ കൊണ്ട് തീരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജും കോഴ്സും നിങ്ങൾ കോമ്പിനേഷൻ ഏതെങ്കിലും കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു അലോട്ട്മെന്റിനും പരിഗണിക്കില്ല. അപ്പോൾ ഇത്രയും പ്രൊസീജിയറാണ് നമുക്ക് ഈ ഒരു ഡിഗ്രി അഡ്മിഷൻ പ്രോസസ്സിനായിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ സ്പോട്ട് അലോട്ട്മെന്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ വയ്ക്കുക. ഇതായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.